നെക്സ്റ്റ് ഈസ് പാരലൽ കോമ്പിനേഷൻ. കപ്പാസിറ്ററുകളെ നമ്മൾ പാരലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ ടോട്ടൽ കപ്പാസിറ്റൻസ് ഉണ്ടാവുക? പാരലൽ കോമ്പിനേഷൻ. അതിനുവേണ്ടി 3 കപ്പാസിറ്ററുകളെ ഞാൻ പാരലൽ ആയി കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കപ്പാസിറ്റർ, രണ്ടാമത്തെ കപ്പാസിറ്റർ, മൂന്നാമത്തെ കപ്പാസിറ്റർ. ആദ്യത്തെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് C1 ആണ്, രണ്ടാമത്തേതിൻ്റെ C2, മൂന്നാമത്തേതിൻ്റെ C3. 3 കപ്പാസിറ്ററുകളെയും ഞാൻ ഒരു കോമൺ പോയിന്റിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു കോമൺ പോയിന്റ് A ആയിട്ട് എടുക്കാം, ഇതൊരു കോമൺ പോയിന്റ് B ആയിട്ടും എടുക്കാം. അതായത് 3 കപ്പാസിറ്ററുകൾക്കും എക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ V ആണ്. ഓരോ കപ്പാസിറ്ററിൻ്റെയും 2 ലെഗുകൾക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും എന്ത് തന്നെയായിരിക്കും? V തന്നെ ആയിരിക്കും. പക്ഷേ സീരീസ് കോമ്പിനേഷനിൽ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. നമ്മളെടുത്തു V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തു, അതിനുശേഷം ഓരോ കപ്പാസിറ്ററിനും എക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ V1, V2, V3 എന്നാണ് എടുത്തത്. ഓരോന്നും ഡിഫറൻ്റ് ആയിരുന്നു. പക്ഷേ പാരലൽ കോമ്പിനേഷനിൽ എല്ലാ ലെഗുകളും ഓരോ കോമൺ പോയിന്റിലേക്ക് കൊടുത്തിരിക്കുന്നത് കാരണം ഓരോരുത്തരുടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം തന്നെയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ ഒരു കേസിൽ V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എല്ലാ കപ്പാസിറ്ററുകൾക്കും കോമൺ ആയിരിക്കും. കപ്പാസിറ്റൻസ് വ്യത്യാസമുണ്ട് C1, C2, C3. സീരീസ് കോമ്പിനേഷനിൽ ചാർജ് സെയിം ആയിരുന്നെങ്കിൽ പാരലൽ കോമ്പിനേഷനിൽ ചാർജ് വ്യത്യസ്തമാണ്. ആദ്യത്തെ കപ്പാസിറ്ററിൻ്റെ ചാർജ് Q1, രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെ ചാർജ് Q2, മൂന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ ചാർജ് Q3. നമ്മൾ സപ്ലൈ ചെയ്ത ചാർജ് ക്യാപിറ്റൽ Q ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ആ ചാർജിനെ നമുക്ക് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, Q1, Q2, Q3. ആ ചാർജുകളാണ് ഓരോ കപ്പാസിറ്ററിലും ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 എന്ന് എഴുതാം. ഇനി നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് കപ്പാസിറ്റൻസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, C ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ V. ഇതിൽ നിന്ന് Q ഈസ് ഈക്വൽ ടു CV എന്ന് എഴുതാം. ഈ 3 കപ്പാസിറ്ററുകളെയും ഒരുമിച്ച് ഒരു സിംഗിൾ കപ്പാസിറ്റർ ആയിട്ടാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ആ കപ്പാസിറ്ററിൻ്റെ മൊത്തം ചാർജ് Q ഈക്വൽ ടു ആ കപ്പാസിറ്ററുകളുടെ മൊത്തം ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് C ഇൻറ്റു ആ കപ്പാസിറ്ററിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. എല്ലാവരെയും ഒരുമിച്ച് ഞാൻ ഒറ്റ സിംഗിൾ കപ്പാസിറ്റൻസ് ആയിട്ടാണ് കരുതുന്നതെങ്കിൽ, ഒരു സിംഗിൾ കപ്പാസിറ്റർ ആയിട്ടാണ് കരുതുന്നതെങ്കിൽ ആ കപ്പാസിറ്ററിൻ്റെ ചാർജ് Q ആണ്, ആ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് C ആണ്, ആ കപ്പാസിറ്ററിനെ കുറിച്ചുള്ള പൊട്ടൻഷ്യൽ V ആണ് എന്നിങ്ങനെ വിചാരിക്കാം. അങ്ങനെയെങ്കിൽ Qന് പകരം എന്തെഴുതാം? CV എന്നെഴുതാം. Q1ന് പകരം എന്തെഴുതാം? C1V എന്നെഴുതാം. ഇവിടെ V1, V2, V3 എന്ന് എഴുതേണ്ട ആവശ്യം ഇല്ല. കാരണം എല്ലാ കപ്പാസിറ്ററിനും അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. CV ഈക്വൽ ടു C1V പ്ലസ് C2V പ്ലസ് C3V. ഇതിൽ V എന്ന് പറയുന്ന ടേം കോമൺ ആണ്. ഇതിൽ നിന്ന് V പുറത്തേക്ക് എടുക്കുന്നു, ലെഫ്റ്റിലും റൈറ്റിലും V കോമൺ ആണ്, ക്യാൻസൽ ചെയ്ത് കളയുന്നു. ബാക്കി നമുക്ക് ലഭിക്കുക C ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 ആണ്. 3 പാരലൽ കപ്പാസിറ്ററുകളുടെയും ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C1 പ്ലസ് C2 പ്ലസ് C3 ആണ്. ഇവിടെ 3 കപ്പാസിറ്ററേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ N കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിലോ അതും എല്ലാതും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിലോ എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരിക? CP, P ഫോർ പാരലൽ, CP ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 അപ് ടു CN. ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കപ്പാസിറ്ററുകൾ നമ്മൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുമെങ്കിൽ അവരുടെ കപ്പാസിറ്റൻസ്, ആ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. റെസിസ്റ്ററുകളെ സീരീസും പാരലലുമായിട്ട് കൊടുക്കുമ്പോൾ ഏത് ഇക്വേഷനാണ് കിട്ടുന്നത്? ആ ഇക്വേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കപ്പാസിറ്ററുകളെ സീരീസായിട്ടും പാരലായിട്ടും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം. റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തായിരുന്നു ഇക്വേഷൻ കിട്ടിയത്? RS ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 അപ് ടു RN. പക്ഷേ കപ്പാസിറ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ ഏത് ഇക്വേഷനാണ് കിട്ടിയത്? 1/CS ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 അപ് ടു 1/CN. റെസിസ്റ്ററുകളെ
പാരലായി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടിയിരുന്നത്? 1/Rp ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 അപ് ടു 1/Rn. പക്ഷേ കപ്പാസിറ്ററുകളെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തപ്പോൾ എന്ത് ഇക്വേഷനാണ് കിട്ടിയത്? Cp ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 അപ് ടു Cn. ഇവിടെ ടോട്ടൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. കപ്പാസിറ്ററുകളെ സീരീസ് ആയിട്ട് കൊടുക്കുമ്പോൾ കപ്പാസിറ്റൻസ് കുറയും, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറയും. പക്ഷേ കപ്പാസിറ്ററുകളെ പാരലായിട്ട് കൊടുക്കുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കൂടും.